ഒപെക് വിടാനുള്ള UAEയുടെ തീരുമാനം, അതാണ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒപെക് എന്നുള്ളത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. ഇപ്പോൾ എന്താണ് ഈ ഒപെക് എന്ന് ചോദിച്ചാൽ 1960കളിലാണ് ഒപെക് സ്ഥാപിക്കപ്പെടുന്നത്. പ്രധാനമായിട്ട് 5 രാജ്യങ്ങൾ ചേർന്നാണ് സ്ഥാപിച്ചത്: ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി, വെനിസ്വല. ഓർക്കണം, വെനിസ്വല. അപ്പോൾ ഈ 5 രാജ്യങ്ങൾ ചേർന്നാണ് ഒപെക് സ്ഥാപിക്കുന്നത്. അന്ന് 1960 ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ എണ്ണയുടെ കൺട്രോൾ, അതിൻ്റെ മേൽ ഡൊമിനേഷൻ ഉണ്ടായിരുന്നത്, കുത്തക ഉണ്ടായിരുന്നത് ഒരു 7 പടിഞ്ഞാറൻ കമ്പനികൾക്കായിരുന്നു. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന 7 പടിഞ്ഞാറൻ കമ്പനികൾക്കാണ് അന്ന് പെട്രോളിയത്തിൻ്റെ മേൽ അല്ലെങ്കിൽ എണ്ണയുടെ മേൽ കുത്തക അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒപെക് അന്ന് സ്ഥാപിക്കപ്പെടുന്നത് വഴി, അല്ലെങ്കിൽ ഒപെക് സ്ഥാപിക്കുക വഴി ഈ രാജ്യങ്ങൾ ഉദ്ദേശിച്ചത് തങ്ങളുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ മേൽ തങ്ങൾക്ക് സോവറിനിറ്റി ലഭിക്കുക, ഗ്ലോബൽ ലെവലിൽ പ്രൈസ് കൺട്രോളിങ്ങിന് വേണ്ടി ഈ ഒരു റിസോഴ്സിൻ്റെ മേലുള്ള തങ്ങളുടെ അധികാരം നിലനിർത്തുക വഴി ഗ്ലോബലി പ്രൈസ് കൺട്രോൾ ചെയ്യുക എന്നതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ അന്ന് ലോകത്തിൽ വളരെ വലിയ ശതമാനം എണ്ണയുടെ മേൽ അധികാരം ഉണ്ടായിരുന്ന രാജ്യം എന്ന നിലയിൽ ഇവർക്ക് അതിന് സാധിക്കുകയും ചെയ്തു. UAE 1967ലാണ് ഒപെക്കിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഏതാണ്ട് 12 രാജ്യങ്ങളാണ് ഒപെക്കിലുള്ളത്. അതിൽ UAE ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓയിൽ സ്പെയറായിട്ട് ഓയിലുള്ള 3ാമത്തെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ് ഒപെക്കിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയിൽ UAE എന്തുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്തുകൊണ്ട് UAE വിട്ടു, അല്ലെങ്കിൽ UAE അതിൽ നിന്ന് എന്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലരും പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യം, UAEയും സൗദിയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു വിടവ്, അവർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ഉരസലുകൾ, അവരുടെ ബന്ധത്തിൽ വീണ്ടുള്ള വിള്ളലുകൾ, അതാണ് പ്രധാനമായിട്ട് ഇതിന് കാരണമായത് എന്നൊരുപാട് പേര് നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ സത്യങ്ങളും ഉണ്ട്. കാരണം UAEയും സൗദിയും തമ്മിലുണ്ടായിട്ടുള്ള ഈ വിള്ളലുകൾ അത് കേവലം ടാക്റ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേൽ മാത്രമുള്ള വിള്ളലുകളല്ല. അതിനപ്പുറം ആഴത്തിലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഈ 2 രാജ്യങ്ങളും അവരുടെ നിലപാടുകളിലും അവരുടെ ഔട്ട്ലുക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ തമ്മിൽ വലിയ വലിയ ഇടർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, UAE ഇന്ന് അതിനെ സ്വയം കാണുന്നത് ഒരു പവർഫുൾ രാജ്യം, ഒരു എക്കണോമിക്കലി ഒരു സൂപ്പർ പവർ, അല്ലെങ്കിൽ എക്കണോമിക്കലി വലിയ ശക്തിയുള്ളൊരു രാജ്യം എന്ന നിലയിൽ അവരുടെ ശക്തി, അവരുടെ അതിരുകൾക്കും, UAE നമുക്കറിയാം വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ രാജ്യമായ UAEക്ക് അതിൻ്റെ ശക്തി അതിൻ്റെ അതിരുകൾക്ക് പുറത്തേക്കും പ്രൊജക്റ്റ് ചെയ്യണം എന്നാണ് UAE ആഗ്രഹിക്കുന്നത്. അതിനവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, പല ഫെയിൽഡ് നേഷൻസിലോ യുദ്ധത്താൽ പ്രശ്നഭരിതമായിട്ടുള്ള രാജ്യങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട്, അവർക്ക് ഫണ്ട് ചെയ്തുകൊണ്ട്, അവരിലൂടെ തങ്ങളുടെ അധികാരം തങ്ങളുടെ സ്ട്രാറ്റജികൾക്കനുസൃതമായി, തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ആ രാജ്യത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പർട്ടിക്കുലർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഫണ്ട് ചെയ്തുകൊണ്ട് തങ്ങളുടെ ശക്തി തങ്ങളുടെ അതിരുകൾക്ക് പുറത്തേക്കും പ്രൊജക്റ്റ് ചെയ്യുക എന്നത് UAEയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരിപ്പോൾ ലിബിയ, സുഡാൻ, സോമാലിയ, യമനിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി അവർ പ്രയോഗിക്കുന്നത് കാണാം. ഇവിടെയെല്ലാം തന്നെ പല നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ അവർ ഫണ്ട് ചെയ്യുകയും അതുവഴി അവരുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും. നേരെ മറിച്ച് സൗദിയെ സംബന്ധിച്ചിടത്തോളം, സൗദി സ്വയം കാണുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, അത് പ്രധാനമാണ്. അത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു റീജിയണലായിട്ടുള്ളൊരു ശക്തിയാണ്, റീജിയണലായിട്ടുള്ളൊരു സ്റ്റെബിലൈസിങ് ഫോഴ്സാണ് തങ്ങൾ
എന്നതാണ് സൗദിയുടെ ഒരു സ്വയം സൗദി തങ്ങളെ കാണുന്ന ഒരു ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കുക, നിലനിൽക്കുന്ന ആ ഒരു ഘടന അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തിക്കൊണ്ടു പോകുന്ന വലിയൊരു ശക്തി. അങ്ങനെ സ്വയം കാണുമ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ UAEയുടെ ഒരു സ്ട്രാറ്റജി എന്താണ്? അതിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്കും തങ്ങളുടെ ശക്തി പ്രൊജക്റ്റ് ചെയ്യാൻ ഫണ്ട് ചെയ്യുകയും അതുവഴി ഇടപെടുകയും ചെയ്യുന്ന UAEയുടെ സ്ട്രാറ്റജി പലയിടത്തും സൗദിയെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന ഒരു സ്ട്രക്ചറൽ രീതികൾക്ക് ഒരു ത്രെട്ടായിക്കൊണ്ടൊരു അതിനൊരു ത്രെട്ടായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക്കലി ആഴത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മറനീക്കി പുറത്തു വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് യമനിലാണ്. യമനിൽ UAE സപ്പോർട്ട് ചെയ്യുന്ന STCക്കെതിരെ അവർക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന UAEയുടെ കപ്പലുകളെ തുറമുഖത്ത് വെച്ച് സൗദി ഡയറക്റ്റായിട്ട് ആക്രമിക്കുക അവർ ചെയ്തു. അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനമായിട്ട് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിടവുകൾ മറന്നേക്കി പുറത്തു വന്ന നേരിട്ട് ഒരു ആക്രമണത്തിന് സൗദി മുതിർന്ന ഒരു സന്ദർഭം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുവെ ഏവരും ഈ ഒപ്പെക്കിൽ നിന്നുള്ള UAEയുടെ പിൻവാങ്ങലിനെ കാണുന്നത്. അതിൽ വളരെ സത്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മറ്റൊന്നുകൂടി കാണാം. ഇറാൻ യുദ്ധവും ഈ ഒരു പശ്ചാത്തലത്തിലാണ് വന്നത്. അപ്പോൾ ഈ യമനിൽ സൗദിയും UAEയും പരസ്പരം കൊമ്പ് കോർത്ത ആ ഒരു വേളയിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നത്, ഇറാൻ യുദ്ധം സംഭവിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമണം ഇറാൻ നടത്തിയത് എമിറേറ്റ്സിന് നേരെയായിരിക്കും. ഇറാൻ നടത്തിയ മൊത്തം ആക്രമണങ്ങളുടെ ഏതാണ്ട് പകുതിയിലേറെ ആക്രമണങ്ങൾ എമിറേറ്റ്സിലേക്കാണ് നടത്തിയത്. അപ്പോൾ ഈ ഒരു ഇറാൻ യുദ്ധത്തിൻ്റെയും വലിയ രീതിയിൽ അതിൻ്റെ ഒരു ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യം എമിറേറ്റ്സാണ്, UAE ആണ്. അപ്പോൾ ഈ ഒരു സന്ദർഭവും ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിന് ശേഷം നമുക്കറിയാം ഇപ്പം UAEയുടെ ഭാഗത്തു നിന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അതുപോലെ ഇറാൻ റീജിയണലി ഈ ഏരിയയിലെ പ്രധാനപ്പെട്ട വലിയ ശക്തികളാണ്. അപ്പോൾ അവർ രണ്ടുപേരുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വലിയ ഇടർച്ച, അവർ രണ്ടുപേരുമായിട്ട് ഏറ്റുമുട്ടേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് UAE ചെന്ന് വിട്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു രാജ്യമാണ് UAE. അപ്പോൾ ആ അർത്ഥത്തിൽ UAEക്ക് എന്താണ് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഗുഡ് വില്ല് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒപ്പെക് രാജ്യങ്ങൾക്ക് എണ്ണവില കൺട്രോൾ ചെയ്യാനുള്ള വലിയൊരു ശേഷിയുണ്ട്. അത് എത്രത്തോളം ഇല്ലാതാകുന്നു അത്രത്തോളം നല്ലത് എന്നാണ് അമേരിക്ക കരുതുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒപ്പെക്കിൽ നിന്ന് പുറത്തു പോകുന്നത് സ്ട്രാറ്റജിക്കലി തങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു ഡിസിഷനാണ് എന്ന് UAE കരുതുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒപ്പെക്ക് കൂടുതൽ ബലഹീനമാകുക വഴി, എണ്ണവില കൺട്രോൾ ചെയ്യാനുള്ള ശേഷി കുറയുക വഴി അമേരിക്കയ്ക്ക് കുറച്ചുകൂടി തങ്ങളുടെ ശക്തി അല്ലെങ്കിൽ തങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്ന മറ്റൊരു ശക്തി സ്രോതസ്സിൻ്റെ അത് അവർ വീക്കൺ ചെയ്യുക എന്നത് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പോൾ അർത്ഥത്തിൽ എണ്ണ ഉൽപ്പാദനത്തിന് എന്തെങ്കിലും ക്യാപ്പ് വയ്ക്കാതെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി തങ്ങളുടെ അങ്ങനെ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും അതിനെ ഒപ്പെക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ക്യാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ സ്വന്തമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഇനി UAEക്ക് കഴിയും. UAE അത്രത്തോളം നാം നേരത്തെ പറഞ്ഞ പോലെ ഒപ്പെക്കിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ സ്പെയറുള്ള രാജ്യമാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത് സന്തോഷം പകരുന്ന ഒന്നാണ്. അപ്പം UAE സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഗുഡ് വിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് അവർക്ക് കേവലം ആവശ്യം എന്നതിനുപരി ഇന്ന് അത്യാവശ്യമാണ് എന്നൊരു സന്ദർഭത്തിലാണ് അവരുള്ളത്. അപ്പം അത് ലഭിക്കും എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതേപോലെ നമുക്കറിയാം ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡ്സ് വഴി വളരെ നല്ല ബന്ധം UAE സ്ഥാപിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ അർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സപ്പോർട്ടോടുകൂടി സൗദി, ഇറാൻ പോലുള്ള റീജിയനിലെ വൻ ശക്തികൾക്കൊരു കൗണ്ടർ വെയിറ്റ് ആയിക്കൊണ്ട് സ്വയം ഉയർന്നു വരാം, അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കണം എന്ന UAEയുടെ അംബീഷനും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഒപ്പക്കിൽ നിന്ന് പുറത്തു പോകുന്നതിലൂടെ അവർ കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഏതായാലും ഒപ്പക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതില്ലാതാകാൻ പോകുന്നില്ല. ആ ഒരു ഇൻ്റർ കൺട്രി പല രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ആ ഒരു കാർട്ടൽ ഇല്ലാതാകാൻ പോകുന്നില്ല. അവരുടെ വില നിർണ്ണയിക്കാനുള്ള ശേഷി തീർച്ചയായും വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് UAE പുറത്തു പോകുന്നതിലൂടെ. അപ്പോൾ ലോകത്തിലെ എനർജി ഓർഡറിനെ വിലപേശി നിർത്താനുള്ള ഒപ്പക്കിൻ്റെ പ്രധാനമായിട്ടും അതിലുൾപ്പെടുന്ന അറബ് രാജ്യങ്ങളുടെ വിലപേശൽ ശക്തിയും വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുമെന്നതിൽ തർക്കമില്ല.